നമസ്കാരം. ടെക് ടൂറിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫയൽ ട്രാൻസ്ഫർ ടൂളിനെ പറ്റിയാണ്. സാധാരണയായി നമ്മൾ ദൂരെയുള്ള മറ്റൊരാൾക്ക് എന്തെങ്കിലും ഫയലുകൾ അയക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം വാട്സാപ്പിൽ കൂടി അയക്കുമെന്നെങ്കിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മെയിൽ വഴി അയക്കുമെന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അയക്കേണ്ടത് ഒരു വലിയ ഫയലാണെങ്കിലോ, ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഏകദേശം ഒരു 2 GB കല്യാണ ആൽബം നമുക്ക് വിദേശത്തുള്ള നമ്മുടെ കുടുംബാംഗത്തിന് അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വാട്സാപ്പിനും നമ്മുടെ മെയിലിനും ഒക്കെ പരിമിതികളുണ്ട്. അതായത് വാട്സാപ്പിൽ ആണെങ്കിൽ ഏകദേശം ഒരു തവണ ഏകദേശം 100 MB വരെയുള്ള ഫയലുകൾ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റൂ. ജിമെയിൽ ആണെങ്കിൽ വെറും 25 MB മാത്രമേ പറ്റുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള സർവീസുകൾ ഉപയോഗിക്കുക. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫയലുകൾ അയക്കാനുള്ള ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫ്രീ സർവീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് പൈസ കൊടുത്തുള്ള സർവീസിനെ പറ്റി ആലോചിക്കുന്നത്? അപ്പോൾ ഫ്രീ ആയിട്ട് 2 GB വരെ സൈസുള്ള ഫയലുകൾ മറ്റൊരാൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സർവീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ സർവീസിൻ്റെ പേര് wetransfer എന്നാണ്. നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഞാൻ പറഞ്ഞ പോലെ 2 GB വരെയുള്ള ഫയലുകൾ wetransfer വഴി നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതിന് തന്നെ പെയ്ഡ് വേർഷനിൽ നമുക്ക് 20 GB വരെ ഉള്ള ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വേണമെന്നുള്ളവർക്ക്, വലിയ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളവർക്ക് പെയ്ഡ് വേർഷനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ wetransfer വഴി എങ്ങനെ ഫ്രീ ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഗൂഗിളിൽ നമ്മൾ wetransfer എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ wetransfer എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് വരുന്നത് ഈ wetransfer.com എന്നുള്ള വെബ്സൈറ്റാണ്. അതിൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ wetransfer Pro വാങ്ങാം. 20 GB വരെയുള്ളത് നമുക്ക് ചെയ്യാം. അതുകൂടാണ്ട് 1 TB ക്ലൗഡ് സ്റ്റോറേജും അവർ നൽകുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സും wetransfer Proയിൽ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള സർവീസ് ഉപയോഗിക്കാം. ഇപ്പോൾ സൈൻ അപ്പ് ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ഫയൽ ആഡ് ചെയ്യാം. നമുക്ക് ഇമെയിൽ അയക്കേണ്ടവരുടെ, നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ, നമ്മുടെ ഇമെയിൽ, നമുക്ക് എന്തെങ്കിലും അയക്കാനുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മളുടെ ഫയലുകൾ അറ്റാച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഉദാഹരണത്തിന് ഒരാൾക്ക് നമുക്ക് മെയിൽ അയക്കാം. അതിനുശേഷം നമുക്കിവിടെ ഫയലുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. ഫയൽ ഒരു വീഡിയോ ഫയലാണ് ഞാൻ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു വീഡിയോ ഫയലാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം 74 MB ഉണ്ട്. ജസ്റ്റ് നമുക്ക് ടെസ്റ്റിന് വേണ്ടി ഇത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഏകദേശം 12 ഫയലുകളുണ്ട്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. അവർ കൺഫേം ചെയ്യിക്കുന്നു, നമ്മൾ കൺഫേം ചെയ്യുന്നു. നമ്മുടെ ഫയൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഏകദേശം 12 ഫയലുകളുടെ ആ ഫോൾഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി 1.9 GB എനിക്ക് ബാക്കിയുണ്ട്. എനിക്കത് ആ സൈസിലുള്ള ഫയലുകൾ ഇനിയും 1.9 GB ഈ ഒരു ട്രാൻസ്ഫറിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ട്രയലിന് വേണ്ടി ഇത് മാത്രം അയക്കാം. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരത് പൊതുവെ വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഇമെയിലിലേക്ക് അവർ വെരിഫിക്കേഷൻ കോഡ് അയച്ചിട്ടുണ്ടാവും. നമ്മുടെ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് കിട്ടും. അത് നമ്മളിവിടെ ഈ ഒരു വെരിഫിക്കേഷൻ കോഡിൻ്റെ കോളത്തിൽ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്യണം. ഓക്കെ, എൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഞാൻ ഇവിടെ കൊടുത്തു. ഞാൻ വെരിഫൈ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ സ്റ്റാർട്ടായി. ഇവിടെ അതിൻ്റെ പ്രോഗ്രസ് കാണാൻ പറ്റും, എത്ര % അപ്ലോഡ് ആയിട്ടുണ്ടെന്ന്. വളരെ ഫാസ്റ്റാണിത്. നമുക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ
വലിയ സൈസുള്ള ഫയലുകൾ പോലും ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫയൽ 100% ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഡൺ. ഇതാ അവർ പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ഫയൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡൗൺലോഡ് ഇമെയിൽ നമ്മൾ ആർക്കാണോ അയച്ചത് അവരുടെ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കും. അത് 7 ദിവസമാണ് അത് ഈ ഒരു ക്ലൗഡിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകും ആ ഒരു ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന്. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മളത് ഡൗൺലോഡ് ചെയ്തിരിക്കണം. നമ്മൾ ആരൊക്കെയാണോ അയച്ചത് അവർ അത് ഡൗൺലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ വളരെ എളുപ്പമാണ് ഈ ഒരു WeTransfer വഴി നമുക്ക് ഫയലുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആർക്കാണോ അയച്ചിട്ടുള്ളത് അവരുടെ ഇമെയിലിലേക്ക് നമ്മൾ അയച്ച ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവരുടെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഇമെയിൽ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയായിരിക്കും അത് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു ലിങ്കാണ് അതിലേക്ക് വരുന്നത്. ഇവിടെ ആരാണോ നമുക്ക് അയച്ചത് അവരുടെ ഇമെയിൽ ID അവർ സെൻഡ് യു സം ഫയൽസ് എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ മെസ്സേജായിട്ട് ജസ്റ്റ് വീഡിയോ ഫയൽ എന്നുള്ള ഒരു മെസ്സേജ് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫയൽ നമുക്കിവിടെ എന്തെങ്കിലും മെസ്സേജ് വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗെറ്റ് യുവർ ഫയൽസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള WeTransferലെ പേജ് ഓപ്പൺ ആവും. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇതാ ഓക്കെ, നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയൊരു സൈസുള്ള ഫയൽ നമുക്ക് വേറെ ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും WeTransfer വഴി ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.